വാർത്തകൾ വിശദമായി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾക്ക് തീപിടിച്ചു. കുരീപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. ആളപായമില്ല. കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തി നശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. കായലിലുണ്ടായിരുന്ന വലകൾക്കും തീപിടിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, എപ്പോഴാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കുരിപ്പുഴ പള്ളിക്ക് സമീപം അയ്യങ്കോവി ക്ഷേത്രത്തിന് അടുത്ത് വെച്ചാണ് ഇന്ന് പുലർച്ചെയോടെ ഈ ബോട്ടുകൾക്ക് തീ പിടിക്കുന്നത്. ഈ 2 ദിവസത്തെ അവധിക്കായി സമീപത്തെ കായലിൽ നങ്കൂരമിട്ട ബോട്ടുകൾക്കാണ് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളിയാഴ്ചയോടെ നങ്കൂരമിട്ട ബോട്ടുകൾക്കാണ് തീ പിടിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ ഈ ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ആശ്വാസമുള്ള ഒരു കാര്യം. ഈ നിലവിൽ ഇപ്പോൾ നിരവധി ബോട്ടുകൾക്ക് അല്ലെങ്കിൽ നിരവധി പരമ്പരാഗത ബോട്ടുകൾക്കും ചെറിയ ഫൈബർ വള്ളങ്ങൾക്കുമാണ് തീ പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കായലിലെ വിവിധയിടങ്ങളിലെ ചീന വലകൾക്കും തീ പിടിച്ചു എന്നതാണ് അഗ്നിരക്ഷാസേന നൽകുന്ന വിവരം. തീ പടർന്നതിന് പിന്നാലെ ഈ മത്സ്യബന്ധന ബോട്ടുകളുണ്ടായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പെട്ടെന്ന് പടരുകയും ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ 20-ലധികം ഗ്യാസ് സിലിണ്ടറുകളായിരുന്നു പൊട്ടിത്തെറിച്ച് എന്നാണ് അഗ്നിരക്ഷാസേന അറിയിക്കുന്നത്. ഇതാണ് ഈ തീ അണക്കാനുള്ള ശ്രമത്തിന് ഏറ്റവും വെല്ലുവിളിയായി തീരുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അത് പൂർണ്ണമായും തീ അണക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. 20-ലധികം ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ ഓരോ ബോട്ടിലും 1000-ലധികം ഡീസലുകൾ ഉണ്ട്. അതെല്ലാം ഈ ബോട്ടുകൾ ഒരു തീർഗോളമായി മാറാൻ സാധ്യത ഏറി എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന ഒരു വിവരം. എന്തായാലും ഇന്ന് പുലർച്ചയോടെ ഉണ്ടായ ഈ തീപിടുത്തത്തിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നത്. ഒരു ബോട്ടിന് ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയാണ് നിലവിൽ വില വരുന്നത്. അതിലെ മറ്റു സാമഗ്രി അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളും ഉപകരണങ്ങളും വല അടക്കമുള്ള ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം കൂടി നോക്കുമ്പോൾ ഇതിൽ 50 ലക്ഷത്തിന് മുകളിലേക്ക് കടക്കുമെന്നാണ് നിലവിലെ ഉടമകൾ എല്ലാം പറയുന്നത്. എന്നാലും ഇന്ന് പുലർച്ചയോടെ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ ഈ ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസമുള്ള ഒരു വാർത്ത എന്നത്. കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകൾക്കാണ് തീ പിടിച്ചത് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്ത് വരുന്ന. അതുപോലെ തന്നെ കായലുണ്ടായിരുന്ന ചില സ്വകാര്യ വ്യക്തികളുടെ ചില വ്യക്തികളുടെ ചീനവലകൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്ത് വരുന്നത്. ഈ ഗില്ലറ്റ് ബോട്ടുകൾക്കാണ് അല്ലെങ്കിൽ പരമ്പരാഗത ബോട്ടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. ഇത് വെള്ളിയാഴ്ചയോടെ ഈ കായലിൽ അയ്യങ്കോവിലിന് ക്ഷേത്രത്തിന് സമീപമുള്ള കായലിൽ നങ്കൂരമിട്ട ബോട്ടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ അവധിക്കായി ഈ ബോട്ടിലെ തൊഴിലാളികൾ വീട്ടിലേക്ക് പോയ ഈ കാരണത്താൽ ഇതിൽ ഒരു ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസമുള്ള ഒരു വാർത്ത. നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായി ഒരു തീ അണക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം നിരവധി ബോട്ടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് തീ പടരാനുള്ള ഗ്യാസ് സിലിണ്ടറും മറ്റു ഉപകരണങ്ങളും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ 1000-ലധികം ഡീസലുകളും ഉണ്ടാകും. ഇതെല്ലാം ഈ ബോട്ടുകൾ തീഗോളമായി മാറാൻ സാധ്യത ഏറി എന്നതാണ് നിലവിൽ ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അപകടമാണോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ബോട്ടിന് മനഃപൂർവ്വം തീയിട്ടതാണോ എന്നതും നാട്ടുകാർ ആരോപിക്കുന്നു. സ്ഥലത്തെത്തിയ ആലപ്പുഴ കളക്ടർ നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടുകൾ നങ്കൂരമിടുന്ന കായലിലും മറ്റും അഴിമുഖ പ്രദേശത്തും ഒരു പെട്രോളിംഗ് നടത്താം എന്നൊരു ഉറപ്പും ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. എന്നാലും ഇന്ന് പുലർച്ചയോടെ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രാഥമിക വിവരം. എന്തായാലും നിരവധി സ്ഥലത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ ഒരു പൂർണ്ണമായും അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദീപ്തി. ശരി.
കൊല്ലം കുരീപ്പുഴയിലാണ് കായലിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾക്ക് തീപിടിച്ചിരിക്കുന്നത്. കുരീപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവിൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. ആളപായമില്ല. കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തി നശിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെയോടെയാണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. കായലിൽ ഉണ്ടായിരുന്ന ചീന വലകൾക്കും തീപിടിച്ചിരിക്കുകയാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.